ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലെയും രാത്രിയിലുമുള്ള എല്ലാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങൾ അയക്കുന്ന കമൻറ്റുകൾ ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയിലൂടെ എത്തിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മിലേക്ക് നിറവേറ്റപ്പെടുന്നതിനും പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കുന്നതിനും നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുന്നതിനും ഈ പ്രഭാതത്തിൽ ദൈവത്തെ അന്വേഷിച്ചിറങ്ങിയ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ ഈ പ്രാർത്ഥന അതിരാവിലെ കേൾക്കുന്നത് മറ്റെല്ലാ ജോലിയും മാറ്റിവെച്ചിട്ടാണ്. ഒത്തിരി ജോലികളും ഒത്തിരി കടമകളും ഉത്തരവാദിത്വങ്ങളും നിങ്ങൾക്കുള്ളപ്പോൾ ആ ജോലികളെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തിയത് തന്നെ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി നേടുന്നതിന് അത് കാരണമാകും. നിങ്ങൾ ഏത് സ്ഥലത്ത് ഇരുന്നാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നതെങ്കിലും ഇത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ സ്ഥലത്ത് നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ, നിങ്ങളുടെ ഇരിപ്പിടത്ത് കർത്താവ് കൂടെയുണ്ട്. അവിടുന്ന് നിങ്ങളുടെ വിഷമങ്ങളെ അറിയുന്നു. നിങ്ങളുടെ പ്രതിസന്ധിയെ അവിടുന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങളെ, അനുഗ്രഹങ്ങളെ അവിടുത്തേക്ക് അറിവുള്ളതാണ്. ഇന്ന് പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തോട് ചേരാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അസാധ്യങ്ങളെ നേടിയെടുക്കാൻ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് സാധിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെട്ടു പോയവർക്ക്, സമ്പത്ത് നഷ്ടപ്പെട്ടവർക്ക്, ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് നിങ്ങളുടെ നഷ്ടങ്ങളെയെല്ലാം തിരികെ തരാൻ ശക്തനാണ് ദൈവം. രാവിലെയും രാത്രിയിലും നാം പ്രാർത്ഥിക്കുന്നത്, ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ആ ദൈവം നമ്മുടെ എല്ലാ യാചനകളെയും പ്രാർത്ഥനയിൽ കൂടി നമുക്ക് നേടിത്തരുന്നു. അതിനാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ശുഷ്കാന്തിയുള്ളവരാകുക, കൂടുതൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ ശക്തി പ്രാപിക്കുക. ഏത് അസാധ്യ കാര്യങ്ങളും പ്രാർത്ഥനയിൽ കൂടി നേടിയെടുക്കാവുന്നതാണ്. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന അനന്തകോടി അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ അതിരാവിലെ നമുക്കൊരുമിച്ച് ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവവചനം ശ്രവിക്കാം. നിങ്ങളുടെ നിയോഗങ്ങളെ ഓരോന്നായും സമർപ്പിച്ച്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം പ്രവർത്തിക്കും, ഞാൻ ശാന്തമായിരുന്നാൽ മതി എന്ന ബോധ്യത്തോടെ അവിടുത്തെ വചനം നമുക്ക് കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പട്ടകൾ അഴിക്കുന്നതിനും നഗര കവാടങ്ങൾ അടയ്ക്കപ്പെടാതെ തുറന്നിടുന്നതിനും വേണ്ടി ആരുടെ വലത്ത് കൈ താൻ ഗ്രഹിച്ചിരിക്കുന്നുവോ, തൻ്റെ അഭിഷിക്തനായ ആ സൈറസിനോട് കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ ദാസനായ യാക്കോബിനും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പിതൃനാമത്തിലും വിളിക്കുന്നു. ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. നീ എന്നെ അറിയുന്നില്ല എങ്കിലും ഞാൻ നിന്റെ അരമുറുക്കും.
ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അതിരാവിലെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ കടന്നു വന്ന മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് നിനക്കു വേണ്ടി കടന്നു വന്ന, നിന്റെ സ്വരം ശ്രവിക്കുന്നതിന്, നിന്റെ വചനം കേൾക്കുന്നതിന്, നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നതിനായി കടന്നു വന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, യുവതിയുവാക്കളെ, വയോവൃദ്ധരെ, സഹോദരി സഹോദരങ്ങളെ, അവരുടെ ഓരോ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ചേർത്തു വെച്ച് അവരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, എൻ്റെ ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവും മാറ്റി അവരുടെ ജോലി മേഖലയിൽ നിന്നുള്ള വലിയ പ്രശ്നങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് അവരുടെ സാമ്പത്തിക മേഖലയിലുള്ള പ്രതിസന്ധികളെ കരകയറുവാൻ അവരെ സഹായിച്ച് അവരുടെ ആരോഗ്യത്തെ വീണ്ടെടുത്ത് നല്ലൊരു ജീവിതം ഇന്ന് അവർക്ക് നൽകണമേ. കർത്താവേ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട പലർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ കാത്തിരിക്കുന്ന അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജോലിയിൽ കിട്ടേണ്ട ഉയർച്ചയും പ്രമോഷനും കിട്ടാതെ ഞങ്ങളെ വേദനിപ്പിക്കുന്ന, ഞങ്ങളുടെ അർഹത നഷ്ടപ്പെടുത്തുന്ന, ഞങ്ങളുടെ അവകാശത്തെ ഇല്ലാതെയാക്കുന്ന എല്ലാ അധികാരികളെയും, ജോലി സ്ഥാപനത്തിലെ എല്ലാ വ്യക്തികളെയും ഈശോയെ നിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, എൻ്റെ ഈ പ്രിയപ്പെട്ടവർ അനേകർ വിദേശത്തിരുന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പലർക്ക് ജോലി നഷ്ടപ്പെട്ട് വിസ ക്യാൻസലായി വേദനയോടെ നാട്ടിൽ തിരിച്ചു വരാൻ പോലും സാധിക്കാത്തവരുണ്ട്. എൻ്റെ കർത്താവേ, ഒരു ജോലിക്കു വേണ്ടി ഒത്തിരി വാതിലുകൾ മുട്ടിയിട്ടും എങ്ങും തുറക്കാത്ത അവസ്ഥയിൽ നിരാശയിൽ കഴിയുന്നവരുണ്ട്. ദൈവമേ, എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ, അവരുടെ സമ്പത്തിൻ്റെ മേൽ നീ ഇടപെടണമേ. വർഷങ്ങളായി, 30 വർഷത്തിൽ കൂടുതലായി വാടക വീട്ടിൽ താമസിച്ച് സ്വന്തം ഒരു ഭവനത്തിനു വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. കർത്താവെ, എന്നും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനകൾ മുടങ്ങാതെ കേൾക്കുന്നവർ, ചിലർ ആശുപത്രിയിൽ അഡ്മിറ്റായി വിട്ടുമാറാത്ത പനിയും ചുമയും കഫക്കെട്ടും നീർവീഴ്ചയും കാരണം കർത്താവെ, ഈ പ്രാർത്ഥന കേൾക്കാൻ സാധിക്കാതെ പോയ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ നീ വലിയ കാര്യങ്ങൾ എൻ്റെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ആരൊക്കെ നിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം നേരെ നീ കരുണയോടെ കടാക്ഷിക്കുന്നു. ഇന്ന് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് മുൻപേ നീ നടന്ന് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി തടസ്സങ്ങളായി കിടക്കുന്ന വരുമാന മാർഗത്തെ, ജോലി മാർഗത്തെ, എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളെ, ആരോഗ്യ പ്രശ്നങ്ങളെ, ഉയർച്ചയ്ക്കുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി കർത്താവെ, ഇന്ന് ഈ മക്കൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം നിന്നിൽ കണ്ടെത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അതിനുള്ള പരിഹാരം നിന്നിലുണ്ട്. അതിനാൽ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ അനുഗ്രഹിക്കണമേ. കൂടെ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് താല്പര്യമുള്ളവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശത്രുക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള എല്ലാ തടസ്സങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവായ യേശുവേ, നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ നിന്നിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവേ, നിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെ, നിങ്ങൾക്ക് അർഹതപ്പെട്ട അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് കർത്താവിന്ന് നിങ്ങൾക്ക് മുൻപേ പോയി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദൈവാനുഗ്രഹങ്ങളെ ഓരോന്നായും പ്രാപിക്കാൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക, വീണ്ടും വീണ്ടും കേൾക്കുക, പ്രാർത്ഥിക്കുക. ദൈവവചനത്തിൻ്റെ അഭിഷേകം ഇന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചു തരട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.